എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതല്ല റയാക്ക് എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. അത് മിസോറാമിലെ മനോഹരമായ ഒരു ഗ്രാമങ്ങളിലൊന്നാണ് റയാക്ക് വില്ലേജ് കേട്ടോ. ഇവിടെ ഒരു മലയുണ്ട്, റയാക്ക് തലാങ് എന്ന് പറയും. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. ഇവിടെ എത്തിയ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രാത്രി ഇന്നലെ രാത്രി. അപ്പം നമ്മളിവിടെ വന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു വീഡിയോക്ക് ഇപ്പം കൊടുക്കാം, അത് നിങ്ങളൊന്ന് കണ്ടിട്ട് കേട്ടോ. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത്, അതായത് ഇന്നലെ രാത്രി താമസിച്ചത് ഇതൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്, ഡ്രീം ലാൻഡ് എന്ന് പറയും. അപ്പോൾ അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ച കണ്ടില്ലേ. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് നമുക്ക് ത്ലാങ്ങിലേക്ക് പോകാനുള്ള, അതായത് പീക്കിലേക്ക് പോകാനുള്ള റൂട്ട് ഇതാണെന്ന് തോന്നുന്നത്. ഇവിടെ അത്യാവശ്യം റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ഗ്രാമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്രാമവാസികളുടെ വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇനി അയച്ച് സെറ്റാക്കണം. എന്തായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ മഴ പൊടിയിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു മഴ പെയ്തിട്ട് ഒരു വെയിൽ വരുമെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതെല്ലാം മാറ്റിയിട്ടാണ് കേട്ടോ ഇവിടെ ടെൻ്റ് അടിച്ചത്. ഇനിയിപ്പോൾ ഇതൊന്ന് ഒതുക്കി വെക്കണം. എന്നിട്ട് ഇത് ഇപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കോട ഉണ്ട് കേട്ടോ. ആ ഒരു മലയൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല. അവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഐസോൾ കാണാൻ പറ്റും, പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളങ്ങനെ റയാക്ക് പോകുന്ന റൂട്ടിലാണ്, അതായത് റയാക്ക് വില്ലേജിലാണുള്ളത്. ഇവിടെ നിന്ന് റയാക്ക് തലാങ് പോകണതാണ്. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് ഈ ഒരു റൂട്ട് കയറി കൊണ്ടിട്ടോ പോകാൻ. നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ പോകുന്നതാണ് പറഞ്ഞത്. എന്തായാലും പയ്യെ പോകട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പോകണോ ഇല്ലൊക്കെ ഇതേപോലെ ഹോം സ്റ്റേസ് ഒരുപാടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ കാണുന്നൊക്കെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്, റെസ്റ്റോറൻറ്റ്. പിന്നെ ഇതിവിടെ കണ്ടില്ലേ, ഇതൊക്കെ എല്ലാം ഹോം സ്റ്റേ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനൊക്കെ എല്ലാ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എന്താ പറയുക, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. നമുക്കിവിടെ ഒരുപാട് വഴികൾ കാണിക്കാണ്ട്, പക്ഷേ ഇവിടെ ഏതാ ബോർഡൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചു നോക്കാറും. അങ്ങാടേക്ക് ഒരു വഴിയുണ്ട്, നേരെ ഒരു വഴിയുണ്ട്, ഇങ്ങാടേക്ക് ഒരു വഴിയുണ്ട്. ഇത് റെസ്റ്റോറൻറ്റിലേക്കുള്ളതാണ്. ഇതാണെന്ന് തോന്നട്ടോ, ഒറ്റ മനുഷ്യനെ കാണാനില്ല. ഈ കാണുന്നത് റിസോർട്ടിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇവിടെ ഫുള്ള് മറ്റേ കണ്ടില്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ കണ്ടില്ലേ ഈ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു റൂട്ട് കാണിക്കേണ്ടത്, ഇതാണോന്ന് അറിയില്ലല്ലോ, റയാക്ക് തലാങ്ങിലേക്കുള്ള റൂട്ട്. ആരെങ്കിലും ഉണ്ടെന്നെങ്കിലും ചോദിച്ചു നോക്കാം കേട്ടോ. ഭയങ്കര കൺഫ്യൂഷനിങ് ആണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. അതാണ് റൂട്ടിലൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആരെങ്കിലും കണ്ട് ചോദിച്ച് പോയിക്കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ആരും ഇല്ല, റൂട്ടിലൊന്നും കൊടുത്തിട്ടുമില്ല. ഇതൊക്കെ എഴുതി വെച്ചേക്കണത് ഇവരുടെ ഭാഷയാണ് കേട്ടോ, മിസോ ഭാഷയാണ് ഈ കാണുക. ഇത് കണ്ടിട്ടാണ് നമുക്കൊന്നും മനസ്സിലാവണമില്ല. ഇവിടെയുള്ളൊരു വീട്ടുകാരോട് ഞാൻ ചോദിച്ചിട്ടോ. അപ്പോൾ അതേ ഇവിടെ നിന്ന് ഈ ഒരു റൂട്ടും പോകാൻ പറ്റും, പിന്നെ ഇതിൻ്റെ അടിയിലൊരു റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് വഴിയും പോകാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞത്. ഈ റൂട്ട് ഭയങ്കര മോശമാണ്. അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ റോഡും കാര്യങ്ങളൊക്കെ എന്നാണ്ട് പറഞ്ഞാൽ ഞാനപ്പോൾ ആലോചിച്ച് സൈക്കിള് കൊണ്ടുപോകാമെന്ന് ആലോചിക്കുന്നതാണ്. അപ്പോൾ എന്നാലും അടി വഴി പോകട്ടോ. ഈ പറഞ്ഞു വെച്ചത് ഈ ഒരു വഴിയാണ് കേട്ടോ. ഈ ഒരു വഴി വണ്ടി പോകുന്നതാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും ചവിട്ടി പോകാൻ പറ്റില്ല, തള്ളി തന്നെ പോകേണ്ടി വരും. കാരണം ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ചവിട്ടി കയറില്ല കേട്ടോ. അത് നമ്മുടെ സൈക്കിളായതുകൊണ്ടേ. എന്തായാലും തള്ളി തന്നെ കയറ്റാം. ഇങ്ങനെ ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ ലോഡ്ജൊക്കെ കാലിയാണ്, അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. എന്തായാലും പയ്യെ കയറാട്ടാ. എൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഒരു പാർക്കാണ് കേട്ടോ. അത് ഇതേ കണ്ടില്ലേ, ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ നടന്ന് പോകാൻ പറ്റിയൊരു ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ അവിടെയും വേറെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതേ ഇങ്ങനെ കയറിയാൽ പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്ന ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എത്രയാവുമെന്ന് അറിയില്ല കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട ഒരു ഇതില്ലേ, എന്താ പറയുക, ഒരു റിസോർട്ടില്ലേ, ആ ഒരു കോട്ടേജിൻ്റെ അവിടെ നിന്നുള്ള വഴിയാണ് മോശം വഴി എന്ന് പറഞ്ഞില്ലേ. ഇതാണ് നമ്മൾ വന്ന നല്ല വഴി. ഇതൊക്കെ കണ്ടില്ലേ, ഒരു പാർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇന്നങ്ങനെ ആരെയും കണ്ടില്ല. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷൂട്ടിംഗ് റേഞ്ച് ഇതേ കണ്ടില്ലേ, ഷൂട്ടിംഗ് റേഞ്ച്. എന്തോ ഊനാല കണ്ടോ, കണ്ടില്ല, ഇങ്ങനെ ടയറിൽ ഇങ്ങനെ ഇത് കെട്ടിയിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതെനിക്ക് തോന്നുന്നു ടോയ്ലറ്റാണെന്ന് തോന്നുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മേളിലൊക്കെ കണ്ടില്ലേ റോപ്പ് കെട്ടി ഇങ്ങനെ നടക്കുന്നു പോകുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതിന് കൊള്ളാട്ടെ, ഇവർ നല്ല രീതിയിൽ ടൂറിസമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആളുകളില്ലാത്തതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടേക്കണം. ശരിക്കും ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിനി ടൈമാണ്, അതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തേട്ടാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും നവംബർ ഒക്ടോബർ ടൈമൊക്കെ ആകുമ്പോൾ ഇഷ്ടമാതിരി ആൾക്കാർ വരും കേട്ടോ, ഒരുപാട് സ്ഥലത്തു നിന്നും.
അപ്പോൾ ആ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. നമ്മൾ തന്നെ ടൂറിസ്റ്റുകളെ കാണാൻ വളരെ കുറവാണ് കേട്ടോ. അല്ലേ കയറ്റം കയറാൻ പോകണല്ലേ ഇനി എൻ്റെ വെള്ളമൊക്കെ തീർന്നട്ടാ. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് പോയി ഫില്ല് ചെയ്യാം വെള്ളം. ഇനിയിപ്പോൾ മേളിലേക്ക് പോകുമ്പോൾ വെള്ളം കിട്ടുമോയെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു ചീവീടിൻ്റെ സൗണ്ട് ഇതെന്താണ്, ഒരു സൈറൻ അടിക്കണ സൗണ്ടാണ് കേട്ടോ. അതന്നെ ചീവീടിൻ്റെ സൗണ്ട് തന്നെയുണ്ട്. ഇതെന്തോ ഒരുമാതിരി സൈറൻ അടിക്കണ സൗണ്ടാണ് കേൾക്കണം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. സൈക്കിള് ചിലപ്പോൾ ഞാൻ ഇവിടെ അടി വെച്ചിട്ട് പോകും കേട്ടോ. ഭയങ്കര പണിയാണ് സൈക്കിൾ തള്ളി കയറ്റാമെന്ന് പറഞ്ഞിട്ടല്ല, നല്ല കയറ്റം കൊടുക്കും. പിന്നെ ഇതൊരു ഇറക്കത്തിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ സ്കിഡാണ് കേട്ടോ, കാരണം ബാക്കിലെ ടയർ തേഞ്ഞിരിക്കണേന്. അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ചെറുതായിട്ട് വീണ് കേട്ടോ, നല്ല രീതിയിൽ പടവനൊക്കെ അടിച്ച്. കൈക്കും കാലിനൊന്നും അങ്ങനെ വേറെ പ്രശ്നമൊന്നും പറ്റില്ല കേട്ടോ, നല്ല വേദന ഉണ്ടായിരുന്നു കുറേ നേരത്തേക്ക്. അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടാ. അവരുടെ വീഡിയോ എടുക്കാനേ വരുന്ന കൊണ്ടല്ല കേട്ടോ, എനിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കാനാ. അപ്പോൾ എന്തായാലും വെള്ളവും കാര്യങ്ങളൊക്കെ ഫില്ലായി. 2 കിലോമീറ്റർ മേളിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ സൈക്കിൾ കയറ്റാല്ലേ. എനിക്കൊരു ഇതുണ്ട് കേട്ടോ, കാരണം ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് പയ്യെ ബ്രേക്ക് പിടിച്ച് ഇറങ്ങേണ്ടി വരും. എന്തായാലും നോക്കാം, നമുക്ക് മാക്സിമം പോകണത്രയും പോട്ടെ, കാരണം അത്രയും ലഗേജ് ഉണ്ട്. നല്ല രീതിയിൽ ഹെൽത്ത് പണിയാവും കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പൊടിയുണ്ട് കേട്ടോ. മിക്കവാറും ഒരു നല്ല മഴ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പയ്യെ നമുക്ക് മുന്നോട്ട് പോട്ടോ. സൈക്കിൾ എടുത്തുകൊണ്ടേ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. റെയിൻകോട്ടൊക്കെ കീറിയിരിക്കുന്നുണ്ടാ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോകണത്രയും പോട്ടെ. മഴ പെയ്ത് തന്നെ വീഡിയോ എടുക്കൽ കുറച്ച് ചടങ്ങാണ് കേട്ടോ, കാരണം ഫോണിലൊക്കെ വെള്ളവും ആകെ ഇടങ്ങേറാവും. നമ്മളെ പോണ റൂട്ട് വയ്ക്കേ ഇതാട്ടോ റൂട്ടും കാര്യങ്ങളൊക്കെ. ഞാനങ്ങനെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മഴ പെയ്തട്ടോ, നല്ല മഴ പെയ്ത് ഇപ്പോൾ ചെറിയ രീതിയിൽ പൊടിയാണ് കേട്ടോ. ഈ ഒരു മരം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് കിട്ടണില്ല. പക്ഷെ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നനയും കേട്ടോ. പോണ റൂട്ടാണ് കേട്ടോ. ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പോകണം, കാരണം ഒറ്റ ആൾക്കാരുമില്ല. നമ്മൾ നല്ല എന്താ പറയുക പീസ്ഫുള്ളായിട്ടാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ചെറിയ രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാ. എനിക്ക് തോന്നുന്നത് നമ്മളിനി കയറി ചെല്ലുമ്പോൾ വ്യൂ പോയിന്റ് ഫുള്ള് കോടയിരിക്കുമെന്ന് തോന്നണ്ട. മഴ പെയ്ത് തന്നെ ആകെയുള്ള അവസ്ഥ ഇതാണ്, നമുക്ക് വ്യൂ കിട്ടൂല അല്ലേ. മേളിൽ ഇങ്ങനെ പയ്യെ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഉണ്ടല്ലോ ഇവിടെ ഈ ബാത്റൂം സെറ്റപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ മേളിലേക്ക് ഇങ്ങനെ കയറി തന്നെയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ കടകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നെ അതേ ഡസ്റ്റ്ബിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചിലതൊക്കെ ലോക്ക്ഡാണ്. പിന്നെ അത് ഇവിടെ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാം. ഇതൊക്കെ ചെറിയ കയറ്റവും ചെറിയ ഇറക്കമൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഒരു കയറ്റം വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഇറക്കമാണ്, അത് കഴിഞ്ഞിട്ടൊരു കയറ്റം കേട്ടോ. എന്നാ എൻ്റെ മോനെ അല്ലോ കിട്ടില്ല സ്ഥലം. ഇത് നോക്കിയേ, ഈ കാണുന്നത് ഒരു തുരങ്കോട്ടാ, കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിങ്ങനെ എന്താ പറയുക ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ വന്നിരിക്കണേട്ടാ, അടിപൊളിയാട്ടാ. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ആനി മഴ പൊടിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റിറ്റിറ്റ് വീഴുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയേക്കണേട്ടാ. ഇവിടെ മറ്റേ എക്കോന്നുമില്ല, എക്കോന്നുമില്ല കേട്ടോ. ശരിക്കും ഞാൻ മറഞ്ഞിരിക്കണേ, കുറച്ചുകൂടെ ഇങ്ങനെ മറഞ്ഞിരിക്കണമെങ്കിൽ എക്കോ അടിച്ചേനായിരുന്നു. കണ്ടില്ലേ ഇവിടെയൊക്കെ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട്. അജിത്ത് മലയാളിയാണോ? ഇതൊക്കെ ഇങ്ങനെ കുഴിയല്ലേ വന്നേക്കണേട്ടാ. നമ്മൾ വന്ന റൂട്ട് അവിടെ നിന്നാണ് കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് അങ്ങാടേക്കാണ്. എന്തായാലും പയ്യെ പോകട്ടെ. കോടയുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കോടയുണ്ട്, നമുക്ക് ഈ വ്യൂ കിട്ടൂല. നമ്മളെ ഇങ്ങനെ വന്നോക്കി ഇവിടെ എന്തൊരു വഴി കാണിക്കേണ്ടട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഒരു വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നത് കണ്ടിട്ടോ, പക്ഷേ ഭയങ്കര കോടയും കാര്യമുണ്ട്, ഒന്നും കാണാൻ പറ്റൂല കേട്ടാ. ചെറിയ രീതിയിൽ വെയിലെന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാനുള്ള കേട്ടാ. ഇതല്ല ഫുള്ള് ഇങ്ങനെ കോട മൂടിക്കിടക്കണേണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു കണക്കിന് സ്റ്റാൻഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണേണ്. സ്റ്റാൻഡ് മാറ്റിയിട്ടില്ല കേട്ടോ. സ്റ്റാൻഡ് മാറ്റാൻ വേണ്ടി അവിടെ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നേരെ പോകാനുള്ള കേട്ടോ റൂട്ട്. ഇത്ര നേരമായിട്ട് നമ്മൾ ഒറ്റ മനുഷ്യരെ കണ്ടിട്ടില്ല ഇവിടെ. ചിലപ്പോൾ വരുമായിരിക്കും ആരെങ്കിലൊക്കെ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, മെയിനായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് റയാക്ക് എന്ന് പറഞ്ഞ വില്ലേജ് കേട്ടോ. അല്ലേ ഇതൊരു വ്യൂ പോയിൻ്റാണ്. അതന്നെ ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നോക്കിയേ, പടച്ചോനെ നമ്മൾ ഇരിക്കണ സ്ഥലം നോക്കിയേ. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം മേളിലേക്ക് പോകാൻ. പിന്നെ ഇവിടെയും എന്തോ ഒരു കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും 2 സ്ഥലത്തേക്ക് പോവാം.
ഇവിടെ നടന്നു പോണതിൻ്റെ തൊട്ട് പറ്റക്കാണ്ട വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ വീണ് അതിനകത്ത് തീർന്ന് നല്ല രീതിയിൽ കോട വന്നെ നോക്കിയേ. അല്ലേ മേലിലേക്ക് കയറാം. ഇവിടെ അത്യാവശ്യം നല്ല തെന്നലുണ്ട് കേട്ടോ. വീണ് കഴിഞ്ഞാൽ തീർന്നട്ടാ. നല്ല തണുത്ത കാറ്റടിക്കണ്ട കേട്ടോ. ഇതാണ് ഇനി ത്ലാങ് എന്ന് അറിയില്ല കേട്ടോ. ഇതൊരു ത്ലാങ് തന്നെയാണ്. ത്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നെന്നാണ്ടോ പറയുന്നത് അതിൻ്റെ അർത്ഥം. മല, കുന്ന്. തെന്നുണ്ട് മക്കളെ. കുറച്ച് സാഹസികമായ യാത്രയുണ്ടോ. വീട് അതിനകത്ത് തീർന്നിട്ടില്ലേ. ഇതാണ് അവസ്ഥ. കൊക്കയാണ്. നമ്മൾ അഡ്വഞ്ചറായിട്ടുള്ള രീതിയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് അവസ്ഥ. ഒന്നും കാണാൻ പറ്റില്ല. കോടയാണ് ഇവിടെ. നമ്മൾ മൂഞ്ചിപ്പോയെന്ന് തോന്നുന്നു ഗായ്സ്. എന്തായാലും പയ്യെ മേലിലേക്കൊന്ന് പോകട്ടാ. പക്ഷെ ഇതാണ് കേട്ടോ അവസ്ഥ. ഈ ഒരു കോട മാറേണ്ട ഒരു വഴിയില്ല. നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. നല്ല രീതി എന്താണ് കെയർഫുള്ളായിട്ട് പോയില്ലെങ്കിൽ നേരെ വീണത്. ഇതാണ്ടത് ഇത് നോക്കിയേ. ഇതാണ് വഴിയെങ്കിൽ ഇതേ ഇവിടെ നിന്ന് വീണതിനെ തീർന്നട്ടോ. ഇപ്പോൾ ഒരു ടോപ്പിലെത്തിയട്ടാ. ഇനി അങ്ങാടേക്കൊക്കെ ഉണ്ട് ടോപ്പ്. പക്ഷേ എവിടെ കയറിയിട്ടും കാര്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എത്ര നേരം എന്ന് പറയാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു കോട പോവാത്ത. ശരിക്കും ഇന്നലെ നമ്മൾ എത്തിയായിരുന്നെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അവസ്ഥ ഇതായിപ്പോയി. ഈ ഒരു റൂട്ട് ആൾക്കാരൊക്കെ സൈക്കിൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള സൈക്ലിംഗ് ടീമൊക്കെ കയറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് ഇറങ്ങണമല്ലോ. ഇറങ്ങാനാണ് കുറച്ച് പണി കേട്ടോ. നല്ല രീതിയിൽ തെന്നലുണ്ട്. ഇനിയിപ്പോൾ അങ്ങാടേക്ക് ഒരു സ്റ്റെപ്പ് കാണിക്കേണ്ട കേട്ടോ. എനിക്ക് തോന്നണം അതായിരിക്കും മെയിൻ പോയിൻ്റ് എന്ന് തോന്നണം. എനിക്ക് എന്തായാലും അങ്ങാടി കയറാം കേട്ടോ. നല്ല സ്ലിപ്പാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിലല്ലോ. കെയർഫുള്ളായിട്ട് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ വീഴണതേ അടിയിലേക്ക് ആയിക്കോട്ടോ. ഇത് അങ്ങാടേക്ക് സ്റ്റെപ്പാണ്. അതാണ് കുഴപ്പമില്ല കേട്ടോ. എന്നാലും തെന്നലുണ്ട് നല്ല രീതിയിൽ. പക്ഷേ ഇതാണ് കേട്ടോ അവസ്ഥ മക്കളെ. ഒന്ന് തെളിഞ്ഞിട്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കോട വന്ന് ഒരു ഇത്ര നേരം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തെളിയും കേട്ടോ. അതേപോലെ പെട്ടെന്ന് കോടയും വരെയും ചെയ്യും. അതാണെങ്കിൽ തെളിയണല്ലോ കേട്ടോ. നിങ്ങൾ ഈ ഒരു മഴയുടെ ടൈമിൽ വരാതിരിക്കുക കേട്ടോ. എൻ്റെ ഒരു സജഷൻ ഞാൻ പറയണം. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് മിസ്സാവും കേട്ടോ. അങ്ങനെ നമ്മൾ കയറി ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങാടുണ്ട്. ഇതൊന്ന് തെളിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. ഈ ഒരു സൗണ്ട് കേൾക്കണല്ലേ. എനിക്കൊന്ന് കാറ്റിൻ്റെയാണ്. അല്ലെങ്കിൽ അടിയിൽ വല്ല വണ്ടിയും പോകണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നല്ല വ്യൂ ആണ് ശരിക്കും. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ്. അതുകൊണ്ട് മാത്രമേ നമ്മൾ ഇങ്ങനെ വന്നത്. പിന്നെ അല്ലെങ്കിലും നമ്മളോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു സ്ഥലം കൂടെ കേട്ടോ. റെക്കമെൻഡ് ചെയ്ത സ്ഥലമാണ് ഈ റയാക് ത്ലാങ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ എത്തിയ ഏറ്റവും വലിയ പീക്ക് കേട്ടോ. ഇനി ഇവിടെ നിന്നൊക്കെ അങ്ങാട് പോകാനുണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം മക്കളെ. നമ്മൾ വന്ന സമയം വളരെ മോശമായി പോയി. കണ്ടില്ലേ. ഇതാ കാണുന്നതാണ് കേട്ടോ മെയിൻ പോയിൻ്റ്. ഇവിടെ ഇനി ഉണ്ടല്ലോ എനിക്ക് തോന്നല്ല മിക്കവാറും കോടയൊക്കെ പോകുന്നു. ഇപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ആറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ടൈം നോക്കിയില്ല. ഒരുപാട് നേരം കണ്ടില്ലേ. ഇതാണ് മെയിൻ പോയിൻ്റ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളും കിട്ടും. കണ്ടില്ലേ. മറ്റേതിനേക്കാളും നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പക്ഷേ ഒന്നും കാണാൻ പറ്റൂല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തെന്നലുണ്ട് കേട്ടോ. തെന്നി വീണതിനെ തീർന്ന് എന്നല്ലേ. എല്ലാവരും ഉണ്ട് കേട്ടോ. ആരും ഉണ്ട്. ഒരു സൗണ്ട് കേട്ടോ. എന്തായാലും കയറി നോക്കാം. പിന്നീട് സൗണ്ടൊന്നും കേൾക്കാനില്ല കേട്ടോ. ഒരു ചിരി കേട്ടാൽ എനിക്ക് തോന്നിയതാണെന്നൊരു ഡൗട്ടുണ്ടേ. തോന്നിയതാണോ ഇതെന്താണ്? വെയിറ്റ് ടൂറിസ്റ്റ് പീക്കോക്ക സൗണ്ട് ഇവിടെ നിന്നാളെ കേട്ട. പക്ഷേ എനിക്ക് തോന്നിയതാണ്. ഇനി ഞങ്ങളൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും ഡസ്റ്റ്ബിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാ സംഭവം ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കയറി ഒരു ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണാമെന്ന് തോന്നുന്നു റയാക്ക്. കണ്ടില്ലേ. ഇവിടെ എല്ലാ വേസ്റ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് അവസ്ഥ. ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ രണ്ടുപേർ വന്നിട്ടുണ്ട്. വേറെ ആൾക്കാരെയും കണ്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഒച്ച കേട്ടത് ഇവൻ്റെ കേട്ടോ. ഇതാണ് ഏറ്റവും ടോപ്പ്. പക്ഷേ ഇവിടെ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതാണ് ലാസ്റ്റ് വന്ന പീക്ക്.
ഒരു ചെറിയ വെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഇത് തെളിയും എന്നാണ് തോന്നുന്നത്. ഇവിടെ 2 പേരുണ്ട്, വേറെ അങ്ങനെ ആരുമില്ല കേട്ടോ. കണ്ടില്ലേ, ഇപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നത് തെളിഞ്ഞ് വരുമെന്ന് തോന്നണം. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ, കണ്ടു നോക്കാൻ പറ്റില്ല, നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും തെളിയും, എനിക്ക് ഉറപ്പാണ് മിക്കവാറും തെളിയും കേട്ടോ. തെളിഞ്ഞ് വന്നിട്ട് മക്കളെ, തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, എൻ്റെ മോനെ, എൻ്റെ മോനെ. അങ്ങനെ അവസാനം നമ്മൾ കുറേ നേരം ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണേ കേട്ടാ. ഇത് നോക്കി പയ്യെ വ്യൂ പോയിന്റ് കാണണ്ടേട്ടാ. ഇവിടെ 2 പേരുണ്ട്, ഇവരാണെങ്കിൽ നല്ല ഫോണിൽ കളി കേട്ടാ. നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കണം, അവരവിടെ ഭക്ഷണം കഴിച്ചിട്ടിരിക്കണ കേട്ടാ. നല്ല വ്യൂ ആണ് മോനെ. ഇനി മൊത്തവും തെളിഞ്ഞു വരാം, മൊത്തവും തെളിഞ്ഞു വരാൻ ഞാൻ ഇങ്ങനെ കാത്തിരിക്കണ കേട്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റാ. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഒരു സംഭവം കണ്ട, എൻ്റെ കാലിൻ്റെ എവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കണ്ടില്ലേ, കാണാൻ പറ്റണ്ട. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇതിൻ്റെ ഈ കാറ്റടിച്ചിട്ടാണ് ഈ, അതായത് ഈ തണുത്ത കോടയില്ലേ, കോട വന്നിട്ട് ഇങ്ങനെ എന്താണ് ഇതെന്താ പറയുക, വെള്ളം പോലെ വന്നിരിക്കണ കേട്ടാ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങാൻ വേണ്ടി പോകണ കേട്ടാ. അപ്പോൾ ഇവിടെ 2 പേരുണ്ട്, ഇവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടാ. ഹായ്, ജസ്റ്റ് ഹായ്. ഹായ്, വാട്ട്സ് യുവർ നെയിം? Yeah, what's your name? My name is Amy. Amy, you're from Aizawl. Yes. Okay, hi, your name? RC. RC. Yeah, actually I have a YouTube channel. Yeah, I make the... Yeah. YouTube channel na ngo. Yeah, yes. Travel by Ashkar. അങ്ങനെ അവരെ കൊണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ചേട്ടാ. ഇപ്പം ഈ ഒരു കോഡ് എനിക്ക് തോന്നല്ല ഇനി മാറുമെന്ന്. ഇപ്പം എന്തായാലും ഓക്കെ, പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. എല്ലാവരും ഒരുപാട് ഭക്ഷണ ഐറ്റംസൊക്കെ കൊണ്ടുവന്നാണ് വന്നേക്കണത്. ഇപ്പോൾ വേറൊരാരെയും കണ്ടില്ല കേട്ടോ, ഇവർ 2 പേരും പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ. കുറേ നേരമായിട്ട് ഈ കോട പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. ഇപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ തെളിയണുണ്ട് കേട്ടോ. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതേ കയറി വന്ന റൂട്ടാണ്ട് ഈ കാണുന്നത്. ആ ഭാവമൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം കണ്ടില്ലേ, ഇപ്പം ഫുള്ള് തെളിഞ്ഞേട്ടാ. ഇനി ആ ഒരു സൈഡും കൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഓടി കയറാമെന്ന് വിചാരിച്ചിരിക്കണേ കേട്ടാ. ആ ഒരു സൈഡും കൂടെ തെളിയണം. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. പിന്നെയും കോട വന്നിട്ടാ, എന്താ അവസ്ഥയാണ്. നമുക്ക് ഭാഗ്യമില്ല കേട്ടോ, സത്യം പറയാൻ നമുക്ക് ഭാഗ്യമില്ല. അതാണ് മക്കളെ, കണ്ടില്ലേ ഇവിടെയൊക്കെ വന്ന് തുടങ്ങിയേട്ടാ കോട. നമ്മൾ സൈക്കിളിൽ അവിടെ എത്തിയേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോണേണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം വന്ന ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇതിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്നത് ലൗങ് റിവറാണ് അല്ലേ. നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നോയ്ക്ക് കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ചേട്ടാ. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്തരാം. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? My name is Subham Chetri. Subham, okay. Oh, it's busy. Hi bro, what's your name? Rajan Chetri. Oh, nice to meet you bro. Thank you so much bro. നമ്മൾ വന്നോയ്ക്ക് ഇവർ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്തതാണ്. കാരണം എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആയി പോയിട്ടാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചാർജ് ചെയ്ത്, അപ്പോൾ ഇവിടുന്ന് എൻ്റെ ഭക്ഷണം കഴിച്ച് ഇപ്പോഴാണ് ഫോൺ ഓൺ ആയത്. അപ്പോഴാണ് അവർ ആഡ് ചെയ്തത് ഇല്ലേ. ഇതാണ് നിങ്ങളുടെ ഹോട്ടലിലെ ഉള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടാ. ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു കടയിലെത്തിയിട്ട് ആ ഒരു ദീദിയുടെ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ദീദിയുടെ കട. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ താമസം ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലും കേട്ടോ. അപ്പോൾ ദീദി എന്നോട് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കഴിച്ചിട്ട് വന്നതാണ്. അവരൊന്നും ഇല്ല കഴിക്കാൻ പറഞ്ഞു, കുറേ നിർബന്ധിച്ചേട്ടാ. ഞാൻ ഓൾറെഡി അവിടുന്ന് കഴിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ പരിചയപ്പെടുത്തരാം. വാട്ട്സ് യുവർ നെയിം ബ്രോ? ദുപ്പുയ. ഓക്കെ, നമ്മുടെ സൈക്കിളിൽ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കാൻ സൗകര്യം എല്ലാം ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ അതെ ഇവരുടെ കടയുടെ ഉള്ളിലായിട്ട് വെച്ചേക്കണം. ഞാൻ അവരോട് ചോദിച്ചു കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ, അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഹായ്, വാട്ട്സ് യുവർ നെയിം ബ്രോ? വാട്ട്സ് യുവർ നെയിം? Remruata bro. Eh? Remruata ye lelmon puya. Yeah. Hi, Kapi. Kapi ka. Now. Zauram tangi. Oh, kamera kay la soiro. Zauram tangi. Name? Didi ka naam? Zoram Tangi. Zoram Tangi. Oh. Kala mo yun. Apa, ibarke. Nimena akal na ba ay to ay manzong ka free ba ka? To ite Reek la makal ni. Oh. Reek. Biskit te ka pe a Ito English tong tiang ho ka.
อีรอนเลียดเลียดตัวนาซาที่เดียดูปนอะไรเทียจบพอฟรีก็อีรอนยังก็จะไอตัว Kahit chicken lo ma. Yeah, मैम का बोला है ना เออ कि आपको रे के साइकिल तुम चल है ना อ่า उसके बाद ये तो मैंने हॉस्पिटली करेगा बाद में सोचा के बाद मेरे घर में ठीक है कोई बात नहीं वो भी उसे बोला था। कल का पहले दिन भी बुला दिया मीट किया था हाँ, दुकान ठीक में है, आएगा हाँ, उसका बेटी भी मैम बोला का- गया मैम ने बोला था है ना ठीक है ओ एंजॉय काफी खालो में आपा खाना खाएगा आपको मैं खा लिया ഓ खा लिया, ഓ ठीक है। खा लिया അവർക്ക് ഭാഷ അറിയില്ലാട്ട ദീദിക്ക് അപ്പോൾ അതാണ് ബുദ്ധിമുട്ടായത്. ഇതാണ് കേട്ടോ അവൻ്റെ അടിയിലെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ തന്ന് ഇത് ഫ്രീ ആയിട്ട് വന്നേണ്ട ഉണ്ടല്ലേ. ഇതാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ. നമ്മളെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ ഒരു ദീദിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ കടയിൽ വരുമ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചാണ് എന്നോട് സംസാരിക്കണം. അവർ നല്ല അടിപൊളി മനസ്സുള്ള ആളാണ് കേട്ടോ. എനിക്ക് അന്ന് വന്ന ദിവസവും ഭക്ഷണം തന്ന്, ഇന്നൊരു ഭക്ഷണം തന്ന്, പിന്നെ നാളത്തെ ഭക്ഷണം വരെ അവർ തരാമെന്ന് പറഞ്ഞിട്ടാ അവരെന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്താൽ എന്നോട് പറഞ്ഞ് തിരിച്ച് വന്നോയ്ക്ക് ഇവിടെ കയറണോട്ടാണ്. അവൻ്റെ ഒരു മോളുണ്ടായിരുന്നു, ആ ഒരു മോളോടാണ്ടാ പറഞ്ഞ പാവോട്ടാ എന്ത് പറയാനാ, എന്നെ ഒരുപാട് ഭയങ്കര രീതിയിലാണ് നമ്മൾ സ്നേഹിക്കുന്നത് കേട്ടോ.